ശ്രീമതി സോയ ജോസഫ്, ഇവിടെ രാഹുൽ ഗാന്ധി ആരെ പ്രതിനിധീകരിച്ചാണ് പോകുന്നത്? ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ പോകുമ്പോൾ അദ്ദേഹം പാലിക്കേണ്ടതായ മര്യാദകളുണ്ട്. അത് അവിടെ മറന്നുകൊണ്ടാണ് സംസാരിച്ചത് എന്നുള്ളതാണ് വിമർശനം. അല്ല, അത്തരത്തിൽ ഞാൻ നേരത്തെ പ്രസംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഫാക്ടുകളൊക്കെ ഞാൻ വ്യക്തമാക്കി. നിങ്ങൾ ഈ വളച്ചൊടിക്കുന്ന തരത്തിൽ സെൽഫോണിനെ പറ്റി പറഞ്ഞു, ചൈനയെ പറ്റി പറഞ്ഞു എന്നൊക്കെ ഈ നിരന്തരം പറഞ്ഞു വെക്കുന്ന വാദഗതികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അതിൽ യാതൊരു അർത്ഥവുമില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ബിജെപിയുടെ പ്രതിനിധി ഉപയോഗിച്ച അല്ലെങ്കിൽ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളോടുള്ള വിയോജിപ്പ് കൂടെ പറഞ്ഞ് തുടങ്ങാവുന്നതാണ്. കാരണം അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി കോപ്രായം കാണിക്കുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ അത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ ആരാണ് കോപ്രായം കാണിക്കുന്നതെന്നൊക്കെ വളരെ വ്യക്തമായി ഈ നാട്ടിലെ പൊതുജനത്തിന് അറിയാം എന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കണം. അപ്പൊ അദ്ദേഹം നേരത്തെ ഞങ്ങൾ ആരും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ആരും വിദേശത്ത് പോയി, വിദേശ സർവകലാശാലകളിൽ പോയി ഇത്തരത്തിൽ ഗവൺമെന്റിനെതിരെ, കോൺഗ്രസ് ഗവൺമെന്റുകൾക്കെതിരെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അത്തരത്തിൽ ആരെയാണ് നിങ്ങളെ ഇൻവൈറ്റഡ് ടോക്സിന് എത്ര ബിജെപിയുടെ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് നമ്മൾ ആദ്യം എടുക്കേണ്ടി വരും. ഇനി അമേരിക്ക പോലും വിസ നിഷേധിച്ച ആളുകളാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു വെക്കേണ്ടതില്ലല്ലോ. പിന്നെ 47 മുതൽ കോൺഗ്രസിന്റെ നിലപാട് രാജ്യവിരുദ്ധമാണ് എന്നുള്ള അങ്ങേയറ്റം മോശപ്പെട്ട ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി. പൂർണ്ണമായ വിയോജിപ്പോടുകൂടെ തന്നെയാണ് സംസാരിക്കുന്നത്. ആരാണ് 47-ൽ RSSന്റെ നിലപാടെന്തായിരുന്നു? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തോടുള്ള നിലപാടെന്തായിരുന്നു? നിങ്ങളുടെ സവർക്കർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തോട് ചെയ്തത് എന്താണ് എന്നൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് ഇതിനെ വീണ്ടും വീണ്ടും ഞാൻ അത്തരത്തിൽ വീണ്ടും വീണ്ടും ഇകഴ്ത്തി കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചരിത്രപരമായ വസ്തുതകളെ പറ്റി പഠിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് വലിയ രീതിയിൽ ബിജെപിക്കും RSSനും ക്ഷീണം ചെയ്യുമെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് കോൺഗ്രസിനെ, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി വലിയ രീതിയിൽ പരിശ്രമിച്ച, സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയ കോൺഗ്രസിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളെയും രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ഒരു RSSകാരനും ബിജെപിക്കാരനും തുനിയേണ്ടതില്ല എന്ന് പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളോട് അദ്ദേഹം പറഞ്ഞു വെച്ചു രാഹുൽ ഗാന്ധി ഒരു രാജ്യത്തെ ഷോക്കേസ് ചെയ്യുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് അദ്ദേഹം പറഞ്ഞു. അക്കാര്യത്തിൽ എനിക്ക് എതിർപ്പില്ല. പക്ഷേ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി രാഹുൽ ഗാന്ധി അവിടെ പോയി നുണ പറയണോ എന്നുള്ളതാണ് എന്റെ സംശയം. ഷോക്കേസ് ചെയ്യുന്നതിലൊന്നും ഞാൻ തെറ്റുണ്ടെന്ന് പറയുന്നില്ല, കാരണം അതൊരു ഉത്തരവാദിത്തമാണ്, അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതും. പക്ഷേ രാഹുൽ ഗാന്ധി പറയുകയാണ് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഇല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്, ഇവിടെ എല്ലാം വളരെ പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിന്തിക്കുമല്ലോ രാഹുൽ ഗാന്ധി നുണയനാണെന്ന്. അങ്ങനെ നുണയനായി അവതരിക്കപ്പെടേണ്ട യാതൊരു ഗതികേടും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചില്ല. അദ്ദേഹം വളരെ കൃത്യമായി, ഞാൻ പറഞ്ഞില്ല അതിൽ ഒരിക്കലും ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളതല്ല, വളരെ കൃത്യമായിട്ടുള്ള അദ്ദേഹം തന്നെ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ ക്യാൻ ടേക്ക് ഓൺ ചൈന എന്നുള്ളൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾ ആരും പറയുന്നില്ല, കാരണം നിങ്ങളൊക്കെ ബോധപൂർവം അതിനെ മറക്കുകയാണ്. കാരണം ആ പ്രൊഡക്ഷനെ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഇത്ര വിഷണറിയായി ഇന്ത്യയിൽ ഈ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിനെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇന്ത്യ ക്യാൻ ടേക്ക് ഓൺ ചൈന എന്ന് അദ്ദേഹം വളരെ കൃത്യമായി ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണ് ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇന്നത്തേക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു കാലിക പ്രസക്തിയും ഞാൻ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കാണുന്നുമില്ല. കാരണം ഇപ്പൊ വാജ്പേയിയെ വിട്ടതിനെ പറ്റി പറഞ്ഞു. വാജ്പേയിയെ വിടുമ്പോൾ വാജ്പേയിക്ക് അദ്ദേഹത്തെ പോലെയുള്ള ഒരു സമുന്നതനായ നേതാവിന് UN അസംബ്ലിയിൽ പോയി കള്ളം പറയേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് കൊണ്ടുപോയിട്ടില്ല. അത് നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഡോക്ടർ മോഹൻ അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി, ഇവിടെ RSS ആണ് വൈസ് ചാൻസലേഴ്സിനെ നിയമിക്കുന്നത്, ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ RSS ഹൈജാക്ക് ചെയ്യുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നു. എന്താ വാസ്തവമല്ലേ? ഇവിടെ ആരാണ് വൈസ് ചാൻസലർമാരെ നിയോഗിക്കുന്നത്? അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട്, ഇവിടുത്തെ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട്, പാഠപുസ്തകങ്ങളിലെ ചരിത്ര വസ്തുതകളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് നടക്കുന്നത്? ഇവിടെ നരേന്ദ്രമോദിക്കും RSSനും BJPക്കും ഇഷ്ടമില്ലാത്ത ചരിത്രങ്ങളൊക്കെ ഇന്ത്യയുടെ പാഠപുസ്തകങ്ങളിൽ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അപ്പൊ ഇനി ഗോദ്ര കലാപം വേണ്ട, ഇനി ഈ രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു വെക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് മറച്ചു വെക്കുക? നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇന്ത്യ എന്ന് പറയുന്നത് ഇരുമ്പ് മറയ്ക്കുള്ളിലല്ല. ഇന്ത്യ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു രാജ്യമൊന്നുമല്ല. ആളുകൾ വളരെ കൃത്യമായി രാജ്യാന്തര തലങ്ങളിൽ വളരെ കൃത്യമായി ഓരോ വിഷയത്തെ പറ്റിയും പഠനം നടത്തുന്ന
ഓരോ ഭരണകൂടങ്ങളെ പറ്റി വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന, വളരെ കൃത്യമായി പഠനങ്ങൾ നടക്കുന്ന വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയാണ് ഇത്തരം ചർച്ചകൾ നടത്തുന്നത് എന്ന് കുറഞ്ഞ പക്ഷം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ അവിടെ പോയി കള്ളം പറഞ്ഞതുകൊണ്ട്, ഈ രാജ്യത്തെ വളരെ മെച്ചപ്പെട്ട നിലയിൽ അവതരിപ്പിച്ചത് കൊണ്ട് ഈ പറയുന്ന അതാരാണോ അവതരിപ്പിക്കുന്നത് അവർ പൊതുസമൂഹത്തിൽ വീണ്ടും വീണ്ടും അപമാനിതനായി മാറും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈ രാജ്യത്തെ പറ്റിയുള്ള വസ്തുതകൾ ആളുകൾ പറയുമ്പോൾ ഉടനെ അവരൊക്കെ രാജ്യവിരുദ്ധരാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഈ വൃത്തികെട്ട സമീപനം ആദ്യം നിർത്തേണ്ടതുണ്ട്. ഇവിടെ ഈ ശ്രീമതി സോയ ജോസഫ്, എന്തായാലും ഇനി അടുത്ത ദിവസം ഔപചാരികമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകൾ കൂടിയുണ്ട്. അവിടെയും അദ്ദേഹം ഈ കള്ളം പറയുന്ന ഗതികേടിലേക്ക് വരാതെ രാജ്യത്തെ തന്നെ ഇങ്ങനെ ഇകഴ്ത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പൂർവികർ ഭരിച്ച 1075 കൊല്ലത്തിന്റെ കണക്കുകൾ കൂടി സത്യസന്ധമായി എടുത്തു പറയുന്നതായിരിക്കും നല്ലത്.